എല്ലാവർക്കും നമസ്കാരം. ഒക്ടോബർ 14-ാം തീയതി നടന്ന 4-ാം ക്ലാസ്സിൻ്റെ മലയാളം പഠന പ്രവർത്തനങ്ങളാണ്. ഒന്നാമതായിട്ട് കടങ്കഥയായിരുന്നു. മിന്നുപൂമ്പാറ്റ പൂന്തോട്ടത്തിൽ നിന്ന് ചോദിച്ച കടങ്കഥകൾ കേട്ടല്ലോ. അവയുടെ ഉത്തരങ്ങൾ കണ്ടെത്താമോ? പച്ച കണ്ടു പച്ച കുത്തി, പൊന്നു കണ്ടു പൊന്നു കുത്തി, വെള്ളി കണ്ടു വെള്ളി കുത്തി, വെള്ളം കണ്ടു. അതിൻ്റെ ഉത്തരം എന്താണ്? തേങ്ങ. അടുത്ത ചുറ്റോട് ചുറ്റും മുള്ളുവേലി, അതിനകത്തൊരു ചള്ളുവേലി, അതിനകത്തൊരു പൊൻതവള, അതിനകത്ത് വെള്ളാരങ്കല്ല്. ഉത്തരം എന്താണ്? ചക്ക. കൂടുതൽ ചോദ്യങ്ങൾ അധ്യാപിക നിങ്ങളോട് ചോദിച്ചല്ലോ. അവയുടെ ഉത്തരങ്ങളും കണ്ടെത്തൂ. കൂടുതൽ കടങ്കഥകൾ കണ്ടെത്തി എഴുതുകയും വേണം. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? 4 കാലുണ്ട്, നടുവുണ്ട്, മുതുകുണ്ട്, നായയ്ക്ക് തിന്നാൻ ഇറച്ചിയില്ല. അതിൻ്റെ ഉത്തരം ആമയാണ്. പിന്നീട് ചുവന്ന സഞ്ചിയിൽ ചില്ലറ പൈസ. അതിൻ്റെ ഉത്തരം മഞ്ചാടിക്കുരു. പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാൽ ഒരു മുറം. അതിൻ്റെ ഉത്തരം ചീര. ഇനി കൂടുതൽ കടങ്കഥകൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കാം. കുത്തിയാൽ മുളയ്ക്കില്ല, വേലിയിൽ പടരും. ഉത്തരം ചിതൽ. കൈകൊണ്ട് വിതച്ച് വിത്തുകൾ കണ്ണുകൊണ്ട് പെറുക്കിയെടുക്കൂ. അക്ഷരങ്ങൾ. കൈപ്പടം പോലെ ഇല, വിരലുപോലെ കായ. ഉത്തരാണ് വെണ്ട. കൊമ്പിന്മേൽ തുളയുള്ള കാള. കിണ്ടി. ചുണ്ടില്ലെങ്കിലും ചിരിക്കും, കരയും, അട്ടഹസിക്കും. ഉത്തരം മേഘം. ജീവനില്ല, കാലുമില്ല, ഞാനെത്താത്ത ഇടവുമില്ല, എന്നെ കൂടാതെ നിങ്ങളുടെ ജീവിതം ദുഷ്കരം. തടിയിൽ വെട്ടി ഇടയ്ക്ക് കെട്ടി തലയിൽ ചവിട്ടി. ഉത്തരം നെല്ല് കൊയ്ത് മെതിക്ക്. അതിന് പറയുന്നതാണ് തടിയിൽ വെട്ടി ഇടയ്ക്ക് കെട്ടി തലയിൽ ചവിട്ടി. ഇനി തോലില്ല, കുരുവില്ല, പഴം, തൊട്ടാൽ കൈ നക്കിക്കും പഴം. എന്താണ്? തീക്കനൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് കൂടുതൽ കടങ്കഥകൾ. ഇനിയും കടങ്കഥകൾ നിങ്ങൾക്കറിയാം, അവയൊക്കെ ചേർത്ത് ഇത് വിപുലീകരിക്കുക. പ്രവർത്തനം 2. കടങ്കഥാ പയറ്റ് പോലെ നമുക്ക് ഉന്മേഷവും സന്തോഷവും ബുദ്ധിശക്തിയും നൽകുന്ന ധാരാളം കളികളുണ്ട്. അത്തരം ഒരു കളിയെക്കുറിച്ചാണ് പാഠഭാഗത്ത് പറയുന്നത്. പാഠഭാഗം നന്നായി വായിച്ചു മനസ്സിലാക്കൂ. ഒന്ന് വായിച്ചു നോക്കാം. നെഹ്റു ട്രോഫി വള്ളംകളി. ആ കാത്തിരിപ്പ് ആരംഭിച്ച മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ആരും അക്ഷമരായിട്ടില്ല. മണി 1:45 5 മിനിറ്റ് കൂടിയുണ്ട്. അപ്പോൾ അങ്ങകലെ ഒരു ബോട്ട് പ്രത്യക്ഷപ്പെട്ടു. അതാ വരുന്നുണ്ട്. ഓ, എത്തിപ്പോയി. അകലെ കണ്ണ് നട്ടുകൊണ്ട് ജനക്കൂട്ടം വിരൽ ചൂണ്ടി. ഡൊറോത്തി എന്നു പേരായ ജലനൗക തരംഗ പരമ്പരകൾ ഇളക്കി വരുന്നത് കാണാറായി. ആ ബോട്ടിന് ഒരു അരയന്നപ്പിടയുടെ ചന്തമുണ്ടായിരുന്നു. ബോട്ട് മണ്ഡപത്തോടടുക്കാറായി. അപ്പോഴേക്കും ആഹ്ലാദാരവങ്ങൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി കഴിഞ്ഞു. നിമിഷങ്ങൾ കൊണ്ട് ഡൊറോത്തി മണ്ഡപത്തിന് സമീപമെത്തി. വിശിഷ്ടാതിഥി പുറത്തിറങ്ങി. ചൂഡിദാർ പൈജാമയും കുർത്തയും ഗാന്ധി തൊപ്പിയും പത്താൻ ഷൂസുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വേഷം. അതിഥി മണ്ഡപത്തിലേക്ക് കയറിയപ്പോൾ ജനങ്ങൾ ജയഘോഷം മുഴക്കി. പണ്ഡിറ്റ് ജി കി ജയ്. അനേകായിരങ്ങളുടെ ആർപ്പുവിളികൾ ഉയർന്നു. ആ നവഭാരത ശില്പി കൈ ഉയർത്തി അഭിവാദനങ്ങൾ സ്വീകരിച്ചു. അപ്പോൾ 63 കതിനവെടികൾ പൊട്ടി. 63 എന്ന സംഖ്യ ആ മഹാന്റെ വയസ്സിനെ അനുസ്മരിപ്പിച്ചു. സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ നെഹ്റു മണ്ഡപത്തിൽ ഉപവിഷ്ടനായി. അധികം താമസിച്ചില്ല. അത്യുച്ചത്തിൽ ഒരു വെടിപൊട്ടി. 8 ചുണ്ടൻ വള്ളങ്ങൾ ഇടിമിന്നൽ മാതിരി ചീറിപ്പാഞ്ഞു. അവ 1 മൈൽ ദൂരെ സമരസജ്ജമായി നിൽക്കുകയായിരുന്നു. അഭൂതപൂർവമായ ആ കാഴ്ച നെഹ്റു ദൂരദർശിനിയിലൂടെ നോക്കിക്കണ്ടു. അടക്കാനാവാത്ത ആഹ്ലാദം കൊണ്ട് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അദ്ദേഹം തുള്ളിച്ചാടി. നടുഭാഗം നെപ്പോളിയൻ, ചമ്പക്കുളം, കാവാലം, പാർത്ഥസാരഥി, നേതാജി, വലിയ ദിവാൻജി, മാമ്പിഴക്കരി എന്നീ ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അവ പ്രകടിപ്പിച്ച വാശിയും ആവേശവും നെഹ്റുവിനെ വികാരഭരിതനാക്കി. കളിയോടങ്ങൾ മണ്ഡപത്തോടടുക്കാറായപ്പോഴേക്കും ആവേശം വർദ്ധിച്ചു. അപ്പോൾ അടുത്ത് കിട്ടിയ ഒരു കസേരയിൽ ചാടിക്കയറാൻ പോലും അദ്ദേഹം മടിച്ചില്ല. അപ്പോഴേക്കും ചുണ്ടൻ വള്ളങ്ങൾ ലക്ഷ്യസ്ഥാനത്തെ സമീപിക്കാറായി കഴിഞ്ഞിരുന്നു. ആ തുല്യശക്തികൾ മിന്നൽ വേഗത്തിൽ ഇരമ്പിക്കുതിച്ചാണ് വന്നത്. ആ വരവ് കണ്ട് പണ്ഡിറ്റ്ജി രോമാഞ്ചത്തോടെ തുള്ളിച്ചാടി. തുഴക്കാരുടെ ആയത്തിനൊപ്പിച്ച് അദ്ദേഹവും താളം ചവിട്ടി. കായലോരം ഹർഷാരവത്താൽ മുങ്ങി. അവിടം വള്ളപ്പാട്ടിൻ്റെ താളമേളങ്ങളിൽ അലിഞ്ഞു ചേർന്നു. ഒന്നാമത്തെ ട്രാക്കിലൂടെ ഒരു പടക്കുതിരയെപ്പോലെ പറന്നു വന്നത് നടുഭാഗം ചുണ്ടനായിരുന്നു. ആ ജലരാജൻ വിജയക്കൊടി വാങ്ങി വള്ളത്തിൽ നാട്ടി.
നടുഭാഗത്തിൻ്റെ ക്യാപ്റ്റൻ പണ്ഡിറ്റ്ജിയുടെ വക സമ്മാനം ഏറ്റുവാങ്ങി. ഒരു ചുണ്ടൻ വള്ളത്തിൻ്റെ ആകൃതിയിലുള്ളതായിരുന്നു ആ ട്രോഫി. അനന്തരം ചുണ്ടൻ വള്ളങ്ങളെല്ലാം നെഹ്റുവിൻ്റെ മുമ്പിൽ അണിനിരന്നു. എന്നിട്ട് അവ ആഹ്ലാദ പ്രകടനം നടത്തി. ആ രംഗം അദ്ദേഹത്തെ അത്യന്തം രസിപ്പിച്ചു. ഒരു ചുണ്ടൻ വള്ളത്തിൽ കയറാനും നെഹ്റു ആഗ്രഹിക്കാതിരുന്നില്ല. ആ സമയം നടുഭാഗം ചുണ്ടൻ മണ്ഡപത്തെ സമീപിക്കുന്നത് അദ്ദേഹം കണ്ടു. വിജയലഹരിയിൽ പുളകമണിഞ്ഞാണ് നടുഭാഗം നിന്നിരുന്നത്. ആ സൗന്ദര്യാരാധകൻ അതിൽ ചാടിക്കയറാൻ ആഞ്ഞെടുത്തു. അദ്ദേഹത്തെ തടയാൻ ആരും ധൈര്യപ്പെട്ടില്ല. എല്ലാ മുഖങ്ങളിലും ഉത്കണ്ഠ നിഴലിച്ചു. ഒരു നിമിഷം, പിന്നെ താമസിച്ചില്ല. പണ്ഡിറ്റ്ജി നടുഭാഗം ചുണ്ടനിൽ ചാടിക്കയറി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും വഹിച്ചുകൊണ്ട് നടുഭാഗം ചുണ്ടൻ മുന്നോട്ടാഞ്ഞു. അദ്ദേഹം പുന്നമടക്കായലിലൂടെ ഒരു ഉല്ലാസയാത്ര നടത്തി. മറ്റു ചുണ്ടൻ വള്ളങ്ങളും നിരവധി ബോട്ടുകളും ആ യാത്രയ്ക്ക് അകമ്പടി സേവിച്ചു. അപ്പോൾ ആർപ്പുവിളികളും ആരവങ്ങളും കൊട്ടും പാട്ടും എല്ലാം മുഴങ്ങി. അത് കേട്ട് പുന്നമടക്കായലിലെ കൊച്ചോളങ്ങൾ പോലും പുളകച്ചാർത്തണിഞ്ഞു. കുട്ടനാട്ടുകാർ നെഹ്റുവിന് നൽകിയ ആ വരവേൽപ്പ് ഒരു ജലമേളയ്ക്ക് നാന്ദി കുറിച്ചു. അതാണ് ആവേശോജ്വലമായ നെഹ്റു ട്രോഫി വള്ളംകളി. പാഠഭാഗം വായിച്ചല്ലോ. താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതൂ. അതാണ് മൂന്നാമത്തെ പ്രവർത്തനം. ഏതൊക്കെ ചുണ്ടൻ വള്ളങ്ങളാണ് ഈ വള്ളംകളിയിൽ പങ്കെടുത്തത്? ഏതൊക്കെ ചുണ്ടൻ വള്ളങ്ങളാണ്? നടുഭാഗം, നെപ്പോളിയൻ, ചമ്പക്കുളം, കാവാലം, പാർത്ഥസാരഥി, നേതാജി, വലിയ ദിവാൻജി, മാമ്പിഴക്കരി എന്നീ ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. അടുത്ത ചോദ്യം ഇതായിരുന്നു: വള്ളംകളി കണ്ടപ്പോഴുണ്ടായ സന്തോഷം നെഹ്റു എങ്ങനെയാണ് പ്രകടിപ്പിച്ചത്? വള്ളംകളി കാണുമ്പോൾ സന്തോഷം കൊണ്ടൊരു കൊച്ചുകുട്ടിയെപ്പോലെ അദ്ദേഹം തുള്ളിച്ചാടുകയും കളിയോടങ്ങൾ മണ്ഡപത്തോടടുത്തപ്പോൾ ആവേശം കൊണ്ട് അടുത്തുള്ള കസേരയിൽ ചാടിക്കയറിയുമൊക്കെയാണ് നെഹ്റു സന്തോഷം പ്രകടിപ്പിച്ചത്. പണ്ഡിറ്റ്ജി എത്തുമ്പോൾ 63 കദനാവെടികൾ പൊട്ടിച്ചത് എന്തിനെ സൂചിപ്പിക്കാനായിരുന്നു? പണ്ഡിറ്റ്ജി എത്തുമ്പോൾ 63 കദനാവെടികൾ പൊട്ടിച്ചത് അദ്ദേഹത്തിൻ്റെ വയസ്സിനെ സൂചിപ്പിക്കാനായിരുന്നു. പുന്നമടക്കായലിലെ കൊച്ചോളങ്ങൾ പോലും പുളകച്ചാർത്തണിഞ്ഞു. എപ്പോൾ? പ്രധാനമന്ത്രിയായ നെഹ്റുവിനെ വഹിച്ചുകൊണ്ട് നടുഭാഗം ചുണ്ടൻ പുന്നമടക്കായലിലൂടെ യാത്ര നടത്തിയപ്പോൾ മറ്റു വള്ളങ്ങളും ബോട്ടുകളുമെല്ലാം അകമ്പടി സേവിച്ചു. അപ്പോഴുണ്ടായ ആർപ്പുവിളികളും ആരവങ്ങളും കൊട്ടും പാട്ടുമെല്ലാമാണ് പുന്നമടക്കായലിലെ കൊച്ചോളങ്ങളെ പുളകച്ചാർത്തണിയിച്ചത്. ഇനി പാഠപുസ്തകത്തിലെ ഒരു പ്രവർത്തനമായിരുന്നു ചേർത്തെഴുതുക. എത്തി പ്ലസ് പോയി, എത്തിപ്പോയി, ഇതുപോലെ താഴെ കൊടുത്തിരിക്കുന്നവ ചേർത്തെഴുതുക. ചാടി അധികം കയറി, ചാടിക്കയറി. തുള്ളി അധികം ചാടി, തുള്ളിച്ചാടി. നോക്കി അധികം കണ്ടു, നോക്കിക്കണ്ടു. ചീറി അധികം പാഞ്ഞു, ചീറിപ്പാഞ്ഞു. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ ആക്ടിവിറ്റീസ്. മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു.